കാഞ്ഞിരപ്പള്ളി അമൽജ്യോതി എഞ്ചിനീയറിംഗ് കോളേജിലെ വിദ്യാർത്ഥി പീഡനത്തിനെതിരെ PC ജോർജ് രംഗത്ത്. കോളേജിൽ അനുഭവിക്കേണ്ടി വന്ന പീഡനങ്ങൾ ചൂണ്ടിക്കാണിച്ച് 1000 വിദ്യാർത്ഥികൾ ഒപ്പിട്ട പരാതി PC ജോർജിന് സമർപ്പിച്ചു. വിദ്യാർത്ഥികളുടെ അവകാശങ്ങൾ സംരക്ഷിക്കുമെന്നും ആരുടെയും അടിമകളാക്കുവാൻ അനുവദിക്കുകയില്ലെന്നും PC ജോർജ് പറഞ്ഞു. കോളേജിലെ വിദ്യാർത്ഥി പീഡനം ആദ്യം പുറത്തു കൊണ്ടുവന്നത് ന്യൂസ് 18 ആണ്. നമ്മുടെ കാഞ്ഞിരപ്പള്ളി അമൽജ്യോതി എഞ്ചിനീയറിംഗ് കോളേജിലെ വിദ്യാർത്ഥികൾ എനിക്ക് തന്ന 1000-ഓളം പിള്ളേർ ഒപ്പിട്ടിട്ടുള്ള നിവേദനമായിരുന്നു. ഇത് പറയുന്ന എല്ലാ കാര്യങ്ങളും ഞാൻ പുറത്ത് പറയുന്നില്ല. കാരണം കോളേജ് തകർക്കുക എന്നത് നമ്മുടെ ലക്ഷ്യമല്ല. അമൽജ്യോതി കോളേജിൽ അനുഭവിക്കേണ്ടി വരുന്ന കടുത്ത മാനസിക പീഡനങ്ങൾ ചൂണ്ടിക്കാണിച്ചാണ് വിദ്യാർത്ഥികൾ PC ജോർജിന് പരാതി നൽകിയത്. വിദ്യാർത്ഥികളുടെ സ്വകാര്യതയെപ്പോലും ഹനിക്കുന്ന പ്രവർത്തനങ്ങളാണ് ചില വൈദികർ നടപ്പിലാക്കുന്നതെന്ന് പരാതിയിൽ പറയുന്നു. മാനസികവും ശാരീരികവുമായ പീഡനത്തിനെതിരെ പ്രതികരിക്കുന്ന വിദ്യാർത്ഥികളെ കുറ്റവാളികളായി ചിത്രീകരിക്കുകയാണ് പതിവ്. നിസ്സാര തെറ്റുകൾ ചെയ്യുന്ന വിദ്യാർത്ഥികളോട് മാനേജ്മെൻറ്റ് വലിയ തുകയാണ് പിഴയായി ഈടാക്കുന്നത്. ഇത്തരത്തിൽ ഭരണഘടന അനുശാസിക്കുന്ന അവകാശങ്ങൾ മാനേജ്മെൻറ്റ് നിഷേധിക്കുകയാണെന്ന് പരാതിയിൽ പറയുന്നു. ഒരു കാരണവശാലും പിള്ളേരെ അടിമകളാക്കുന്ന ഈ നാറിയ പരിപാടി അനുവദിക്കുന്ന പ്രശ്നമില്ല. ഒരു സംശയം വേണ്ട. കുഞ്ഞുങ്ങൾ ധൈര്യമായി 2 കൈയും വീശി സ്വാതന്ത്ര്യത്തോടെ പറവകളെപ്പോലെ പറന്ന് പള്ളിക്കൂടത്തിൽ പോകാനുള്ള അവസരം ഉണ്ടാക്കും. കുഞ്ഞുങ്ങൾ എഞ്ചിനീയറിംഗ് കോളേജിൽ പഠിക്കുന്ന പിള്ളേർ 10-12 വയസ്സായ കുഞ്ഞുങ്ങളാണ്. അവരെ അടിമകളാക്കുന്ന ഈ നാണം കെട്ടവന്മാരെ അടിച്ച് മര്യാദ നിവൃത്തിയില്ലെങ്കിൽ അടിച്ച് മര്യാദ. വൈദികർക്കെതിരെ രൂക്ഷമായ വിമർശനമാണ് ജോർജ് നടത്തിയത്. അണ്ടനാടെ കൊടുക്കുമ്പോൾ കുറേ അച്ഛന്മാരെ ലോഹം ഇട്ട ഉടനെ അച്ഛനാവുമോ? പരിശുദ്ധി വേണ്ടേ? പരിശുദ്ധി ഇല്ലാതെ അച്ഛന്മാർ പെരുമാറി എങ്ങനെ? ഒക്കെ നന്നാക്കും. പിതാവിങ്ങ് വരട്ടെ, നോക്കാം. പരാതിയുടെ അടിസ്ഥാനത്തിൽ വിഷയത്തിൽ ഇടപെടുവാനാണ് PC ജോർജിൻ്റെ തീരുമാനം. കഴിഞ്ഞ ദിവസം കോളേജിലെ ഒരു വിദ്യാർത്ഥിയെ നിസ്സാര കാരണം പറഞ്ഞ് മാനേജ്മെൻറ്റ് പുറത്താക്കിയിരുന്നു. സംഭവം വിവാദമായതിനു പിന്നാലെയാണ് കൂടുതൽ വിദ്യാർത്ഥികൾ പരാതിയുമായി രംഗത്ത് വന്നത്. സനോജ് സുരേന്ദ്രൻ, ന്യൂസ് 18 കോട്ടയം.